പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളൊരു പുതിയ മെഷീൻ പരിചയപ്പെടുത്തുകയാണ്. അടയ്ക്ക എങ്ങനെ പൊതിക്കാൻ കഴിയും മാനുവലായിട്ട്, അധികം എഫർട്ടില്ലാതെ. നിങ്ങളീ കാണുന്നത് ഒരു അടയ്ക്കയുടെ ഒരു മെഷീനാണ്. നമുക്ക് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ അടയ്ക്ക ഇതിനകത്തേക്ക് വയ്ക്കുക, എന്നിട്ട് ആ ലിവറിൽ പിടിച്ച് താഴേക്ക് പ്രസ് ചെയ്താൽ മാത്രം മതി. വലിയ എഫർട്ടില്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഇത് പൊതിച്ച് മാറ്റാൻ കഴിയും. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് അടയ്ക്ക നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ ഈസിയായി. പക്ഷേ ഇത് വളരെ ഒരു സിമ്പിൾ മെഷീനാണെങ്കിലും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വളരെ നല്ല രീതിയിലുള്ള ഡിസൈനും അതേപോലെ വളരെ ലോജിക്കൽ ആയിട്ട് വളരെ എഫേർട്ട് എടുത്താണ് ഈ ഒരു അടയ്ക്ക ചെയ്തേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ഒരു മെഷീൻ നമുക്ക് നമ്മുടെ വീടുകളിലും അതുപോലെ തന്നെ ഓഫീസുകളിലും ഫാക്ടറികളിലൊക്കെ നമുക്ക് വാങ്ങി വയ്ക്കാൻ കഴിയും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈസി ആയിട്ടത് പൊതിച്ച് മാറ്റാൻ കഴിയും എന്നുള്ളതാണ്. എഫർട്ട് ഈസ് വെരി ലെസ്. നമ്മളിത് ഈ ഒരു ഇന്നോവേഷൻ ചെയ്ത ഇത് കണ്ടെത്തിയ ഇതിൻ്റെ ഇന്നോവേറ്ററിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. സാറ് ഈ മെഷീനെ പറ്റി സംസാരിക്കാമോ? മാനുവലായിട്ട് പൊളിക്കാൻ പറ്റിയൊരു മെഷീൻ നിലവിൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു മെഷീൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു യത്നമാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ അതിൽ ആൾക്കാർക്ക് കത്തി ഉപയോഗിച്ച് സാധാരണ പൊളിക്കുന്ന സാധനത്തിന് അത് കൈക്ക് കേട്, ഊരിക്ക് വേദന, അങ്ങനെ ഒരുപാട് പ്രോബ്ലം, ശാരീരിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഫേസ് ചെയ്യാറുണ്ട്. അതുപോലെ അതൊരു നല്ല എക്സ്പെർട്ടായ ആൾക്കാർക്ക് മാത്രമേ പൊളിക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസിയായിട്ട് അനായാസം, പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് അനായാസം, പിള്ളേർക്കും പെണ്ണുങ്ങൾക്കും ആർക്ക് പൊളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൊളിക്കാൻ പറ്റുന്ന ഒരു സാധനം കണ്ടെത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ശ്രമം. അതിൽ ഈ ഉള്ളിക്കണ്ട എന്ന് പറയുന്ന സാധനമാണ്, അത് ഉണങ്ങാത്ത സാധനം. അത് പൊളിക്കലാണ് എല്ലാ മെഷീനിലും ഫെയിലാകുക. അപ്പോൾ അത് പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് 2 പ്രാവശ്യം വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ 100% അടയ്ക്കുക ഇതിൻ്റെ നമുക്ക് പൊളിച്ചെടുക്കാനായിട്ട് കഴിയുന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ. അതെ, ഇത് വളരെ ഒരു ഇന്നോവേറ്റീവ് മെഷീനാണ്. ഇത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് നമ്മുടെ മുൻപിലുള്ള ഈ അടയ്ക്ക ഉണ്ടെങ്കിൽ പോലും ഇത് എത്രയും ഈസി ആയിട്ട് പൊളിക്കാനുള്ളൊരു മെഷീൻ ഇതുവരെയും ആർക്കും കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ഒരു സ്കൂൾ അധ്യാപകനായിട്ടുള്ള സാറിൻ്റെ പേര് ജോയി അഗസ്റ്റിൻ സാറ്, മലപ്പുറം തിരൂർ സ്വദേശിയായ ജോയി അഗസ്റ്റിൻ സാർ ഇത് അനായാസം കണ്ടുപിടിച്ചിരിക്കുന്നു. സാറ് വളരെയധികം എഫർട്ട് എടുത്താണ്, സാറിൻ്റെ ലൈഫ് ലോങ് എഫർട്ടാണ് ഇതിൻ്റെ പുറകിലുള്ളത്. സാറിൻ്റെ പ്രൊഫഷൻ പോലും വേണ്ടാന്ന് വെച്ചിട്ട് ഈ ഒരു മെഷീൻ ഡിസൈൻ ചെയ്ത് സാറ് സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പ് ഫോം ചെയ്തിട്ട് അതിലൊരു പേറ്റൻറ്റ് ഫയൽ ചെയ്തേക്കുവാണ്. ആ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഈ ഒരു മെഷീൻ എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളത്തിൻ്റെ ഒരു വാണിജ്യ രംഗത്ത് നല്ലൊരു മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റാണ്. സ്റ്റാർട്ടപ്പ് മിഷനും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് ചൂണ്ടുന്നുണ്ട്. അതായത് അവരും ഈ ഒരു മെഷീൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ എഫർട്ട് എടുത്ത് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവരും. എന്തായാലും സാറിന് ഫ്യൂച്ചർ കിഡ്സ് മീഡിയയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സാർ. താങ്ക് യു.